ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 6ാമത്തെ ഇഫ്താർ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പൊരിയാണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നന്നായി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഈ മുട്ടപ്പൊരിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് വേണം, നമ്മുടെ ചപ്പാത്തി പോലെയൊക്കെയുള്ള ഷീറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് എന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 8 മുട്ടപ്പൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാവ് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ 8 ഉരുളകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുട്ടപ്പൊരിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് നമ്മുടെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പൊരിയാണ്. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. നമുക്കിതിലേക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെയും നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ എപ്പോഴും ഇങ്ങനെ മഴ വരാൻ വേണ്ടി ഇങ്ങനെ കാറൊക്കെ ഉണ്ടാവും, പക്ഷെ മഴ പെയ്യൂല. അപ്പോൾ നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കിനി കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അടുത്തുള്ള ഏത് ചിക്കൻ മസാലപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിട്ട പൊടികളുടെയൊക്കെ ഒരു മസാല മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ മസാലൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാലയാണ് കേട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ പറയണതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാൻ പോവാണ്. കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറട്ടെ. ഇനി നമുക്ക് ഉരുട്ടി വെച്ച് നമ്മുടെ ഓരോ ബോൾസായിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു അളവിലൊക്കെ ഒരു കനം വേണം. നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ ഒരുപാട് കനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മസാലേൻ്റെ ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളത് നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി മസാല വെച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കാം.
നമ്മൾ എടുത്തിരിക്കുന്ന ഷീറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ മസാല വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ ഭാഗത്തും കടിക്കുമ്പോൾ നല്ല മസാലയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ഞാനൊരു കോഴിമുട്ടൻ്റെ പകുതി ഭാഗം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഈ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ്. നമ്മുടെ ഷീറ്റ് കൊണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ഷേപ്പിൽ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇനി ഒരെണ്ണം കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതേപോലെ ഞാൻ വീണ്ടും മസാല വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് മുട്ടൻ്റെ പകുതി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ട ഫുള്ളായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പകുതി വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് ഈ അരികത്തൊക്കെ നല്ല ഡിസൈനാക്കി കൊടുക്കുക. എനിക്കിഷ്ടമുള്ള ഒരു ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇനി അടുത്തതും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു ഷേപ്പാണ്. ഇതേപോലെ ഞാൻ ഷീറ്റിൻ്റെ നടുഭാഗത്തായിട്ട് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണൊക്കെ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു മുട്ടയുടെ പകുതി ഭാഗം ഇതിൻ്റെ നടു പോർഷനിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഷീറ്റ് ഓരോരോ ഞൊറിയായിട്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ സാരിയൊക്കെ നുറിഞ്ഞെടുക്കണ പോലെ തന്നെയാണ് ഇതിൻ്റെ ഷീറ്റും നമുക്ക് നുറിഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ റൗണ്ടായിട്ട് എല്ലാ ഭാഗത്തും നുറിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ വിരലുകൾ കൊണ്ട് എല്ലാ ഭാഗത്തിൻ്റെയും നടു പോർഷനിലായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഉണ്ടാക്കി വെച്ച മുട്ടപ്പൊരി ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ സൈഡ് ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയാക്കിയിട്ട് പൊരിച്ചെടുക്കുക. അല്ലെങ്കിൽ ആ ഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റി വെക്കാം. ഇനി അടുത്തതും ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇങ്ങനത്തെ ഷേപ്പിലുള്ളതും കൂടെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് മാംഗോ ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ മാംഗോ ജ്യൂസിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാമ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയതിന് ശേഷം കുറച്ച് നമ്മൾ തിളപ്പിച്ചാറിയ പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ജ്യൂസാക്കി എടുക്കുക. അപ്പോൾ അത് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്തത് ഒരു ചിക്കു ജ്യൂസാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് ചിക്കു ഷേക്ക് അല്ലേ. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ചിക്കു ജ്യൂസ്. നമ്മുടെ ചിക്കു നല്ല പഴുത്തത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി ആവശ്യമുള്ള തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ജ്യൂസാക്കി എടുത്തിട്ട് ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് 2 ജ്യൂസാണുള്ളത്, മാംഗോ ജ്യൂസും ചിക്കു ജ്യൂസും. അപ്പോൾ ഇനി വേറൊരു നമുക്കൊരു അപ്പം ഉണ്ടാക്കണം, മുട്ടപ്പം. അപ്പോൾ മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കറിയും കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ ഇനി വേറെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു ചെറിയൊരു നുള്ളിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ദോശമാവിൻ്റെ രൂപത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇത് നമ്മൾ ദോശ പോലെ നന്നായിട്ട് ചുറ്റിച്ചിട്ടൊന്നല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്.
ഒരു കുറച്ച് കട്ടിയുള്ള ഒരു അപ്പം പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊന്നില്ലെങ്കിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവും പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം പോലെ കറക്റ്റാക്കിയിട്ട് ഒന്ന് ചെറിയ കട്ടിയാക്കിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കണം. ദോശ പോലെ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് എല്ലാ സൈഡും ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് കട്ടിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പത്തിൻ്റെ ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഓയിൽ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടണം. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചെറുതായിട്ടൊക്കെ ഒരു പൊറോട്ട പോലെയൊക്കെ നമുക്ക് തോന്നും. നല്ല ടേസ്റ്റാണ്, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് കറിയൊന്നും ഇല്ലാതെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മുടെ പാൽ ഒഴിച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിഭവങ്ങളായത് നമ്മുടെ മുട്ടപ്പൊരി ഇവിടെ ഉണ്ട്. അപ്പോൾ 2 ഷേപ്പിലാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ 2 ഷേപ്പിലും നല്ല അടിപൊളിയായിട്ട് തന്നെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് മുട്ടപ്പൊരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ നമ്മുടെ 2 ജ്യൂസ് ഉണ്ട്, മാംഗോ ജ്യൂസും ചിക്കു ജ്യൂസും. പിന്നെ നമ്മുടെ മുട്ടയപ്പവും ഉണ്ട്. ഇതേപോലെ നല്ല ഗോൾഡിഷ് കളറായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വിഭവമാണ്. അപ്പോൾ ഇഫ്താറിന് ഉണ്ടാക്കി നമ്മുടെ മുട്ടപ്പൊരിയും അതുപോലെ തന്നെ മുട്ടയപ്പവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നേരെ നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ 2 ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടാകും. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമുക്ക് വിശക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇതാ മുട്ടപ്പൊരി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടപ്പൊരിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.